അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുൽഫത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമുക്ക് മടിയുള്ള ദിവസം ഒന്നും തന്നെ ഉണ്ടാക്കാൻ തോന്നില്ലല്ലോ. പക്ഷെ നമുക്ക് നല്ല വിശപ്പും ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി തോന്നുമ്പോഴത്തേക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഈ ദോശയ്ക്ക് ചമ്മന്തി വേണ്ട, സാമ്പാർ വേണ്ട, വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഈ ദോശ എന്റെ എക്സ്പെരിമെന്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും വേണ്ട. ഈ ദോശയ്ക്ക് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോകാം. അപ്പം നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. അത് കഴിഞ്ഞിട്ട് കല്ല് വെക്കാം. കല്ല് ചൂടാവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഫസ്റ്റിൽ ഇതാ ദോശമാവ് എന്തായാലും വേണമല്ലോ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ദോശമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് സോസ് എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇത് വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് BBQ സോസും അത് മറ്റേത് ഡൈനാമൈറ്റിൻ്റെ സോസ്. ഇതൊരു പുളിയുടെ ടേസ്റ്റാണ്. മറ്റേത് നമ്മൾ മയോണസിൽ വന്നിട്ട് കുറച്ച് സ്പൈസി വരില്ലേ, അതേപോലത്തെ ഒരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ നമ്മളെ നാടൻ ദോശപ്പൊടി ഉണ്ടല്ലോ, ഇതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരികിയതും. ഇത്രയും മാത്രം മതി നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ദോശക്കല്ല് ചൂടായോ നോക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ദോശമാവ് അതിലോട്ട് ഒഴിക്കാം. കുറച്ച് വലിയ ദോശക്കല്ല് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ദോശ ഉണ്ടാക്കാം. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ഗീ റോസ്റ്റൊക്കെ വാങ്ങൂലേ, അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് പരത്തി എടുത്തിട്ട് നമുക്ക് അതിലോട്ട് കുറച്ചൊന്ന് വേകാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് നെയ്യ് ഒഴിക്കാം. അപ്പോൾ ഇതാ കുറച്ച് നെയ്യ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ സോസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇല്ല, നിങ്ങളുടെ കയ്യിൽ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും. ജാം മധുരമൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ജാമോ ന്യൂട്ടറിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പിന്നെ അതിന് ശേഷം തേങ്ങ തിരികിയത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദോശപ്പൊടിയും കൂടെ ഇതാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കുറച്ച് സോസ് ഇടാം. നമ്മൾ ഡൈനാമൈറ്റിൻ്റെ സോസ് അത് കുറച്ച് തിക്കായതുകൊണ്ട് സ്പ്രെഡ് ആവാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലായിടും ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ആക്കിയതിന് ശേഷം നമുക്ക് പിന്നെ BBQ സോസ് കൂടെ ഇതിൻ്റെ കൂടെ കുറച്ച് മതിയാവും കേട്ടോ. അത് കുറച്ച് പുളിയുടെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും കുറച്ച് തിക്കായിട്ടുള്ളതാണ്, കുറച്ച് പാടാണ് ഇത്തിരി സ്പ്രെഡ് ആവാൻ വേണ്ടി. അപ്പോൾ കുറച്ച് നോക്കി സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതെന്ത് ചെയ്യാം, നന്നായിട്ട് നമുക്ക് മൊരിയിച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ദോശ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരുമരായിരിക്കുന്ന ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. BBQ എന്ന് പറയുന്ന സോസ് കുറച്ച് പുളിയുള്ള ടൈപ്പാണ്. മറ്റേ ഡൈനാമിറ്റിൻ്റെത് നമ്മുടെ മയോണസിൻ്റെ ഒക്കെ അതേമാതിരത്തുള്ള ടേസ്റ്റാണ്. അത് കുറച്ച് എരിവ് വരുന്ന ടൈപ്പാണ്. ചമ്മന്തി ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി കഴിക്കാൻ. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ.